സുരക്ഷാ സേനയുടെ ചരിത്രത്തിലെ ധീരമായ ഒരു അധ്യായമാണ് 2025 മെയ് 6-7 രാത്രിയിൽ ജമ്മു കാശ്മീരിലെ ഉറിയിൽ അരങ്ങേറിയത്. പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ നിർണായകമായ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തെയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഒറ്റക്കെട്ടായി തകർത്തെറിഞ്ഞത്. നിയന്ത്രണ രേഖയോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഉറി സെക്കൻഡ് ജലവൈദ്യുത നിലയങ്ങളെ ആയിരുന്നു പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യമിട്ടത്. ആക്രമണത്തിന്റെ വിവരം പുറത്തുവന്നത് CISF ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ്. ഈ സംഭവത്തിൽ നിലയത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഈ അവിസ്മരണീയമായ പ്രതിരോധത്തിൽ പങ്കെടുത്ത 19 CISF ഉദ്യോഗസ്ഥരെ ഡയറക്ടർ ജനറലിന്റെ പുരസ്കാരം നൽകി ആദരിച്ചു. അവരുടെ ജാഗ്രതയും ധീരമായ ഇടപെടലുമാണ് രാജ്യത്തിന്റെ ഈ നിർണായക ദേശീയ ആസ്തിയുടെ സുരക്ഷ ഉറപ്പാക്കിയത്. ഇന്ത്യൻ സൈന്യം POKയിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെയായിരുന്നു പാക് സൈന്യം പ്രകോപനപരമായ ആക്രമണത്തിലേക്ക് കടന്നത്. NOCക്ക് സമീപമുള്ള സാധാരണ ജനവാസ കേന്ദ്രങ്ങളെയും അതീവ പ്രാധാന്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് പാക് സൈന്യം കനത്ത ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ഈ ഇൻസ്റ്റാളേഷനുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CISF യൂണിറ്റുകൾ ഈ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ മുൻനിരയിൽ നിലയുറപ്പിച്ചു. കമാൻഡന്റ് രവി യാദവ്, ഡെപ്യൂട്ടി കമാൻഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള CISF സംഘമാണ് അതിവേഗം പ്രതിരോധ നടപടികൾ സ്വീകരിച്ച നിലയങ്ങളെയും സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളെയും സംരക്ഷിച്ചത്. മെയ് 6-7 രാത്രിയിൽ ആക്രമണം കനത്ത വെടിവയ്പും ഷെല്ലാക്രമണവും നിറഞ്ഞതായിരുന്നു. LOCയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഉറി നിലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തിയത്. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ CISF സൈനികർ അസാമാന്യമായ ധീരത പ്രകടിപ്പിച്ചു. ശത്രു ഡ്രോണുകൾ നിലയങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതാണ് ഈ സംഭവത്തിലെ മറ്റൊരു പ്രധാന വെല്ലുവിളി. എന്നാൽ CISF ഉദ്യോഗസ്ഥർ ഈ ഡ്രോൺ ഭീഷണികളെ ഫലപ്രദമായി നേരിട്ട് നിർവീര്യമാക്കി. ഈ തത്സമയ നടപടി നിലയത്തിന്റെ പ്രധാന ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടഞ്ഞു. സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടങ്ങളിൽ CISF സംഘം ദ്രുതഗതിയിലുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിച്ചു. ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ ആയുധപ്പുരകളിലെ ആയുധങ്ങൾ ചിതറിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി വിതരണം ചെയ്യുകയും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈ മുൻകരുതൽ ദീർഘനേരം നീണ്ടുനിന്ന വെടിവയ്പിൽ നിർണായകമായി. ദേശീയ ആസ്തികൾക്ക് കാവൽ നിൽക്കുന്നതിനൊപ്പം CISF സംഘം ഒരു വലിയ മാനുഷിക ദൗത്യം ഏറ്റെടുത്തു. ഷെല്ലാക്രമണം ജനവാസ കേന്ദ്രങ്ങൾക്ക് വളരെ അടുത്തായി പതിച്ചു തുടങ്ങിയപ്പോൾ വീടുകൾ തോറും കയറിറങ്ങി 250ഓളം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. ഈ ധീരമായ പ്രവർത്തനം സേനയുടെ പ്രതിബദ്ധതയുടെ ആഴം വിളിച്ചോതുന്നു. ഈ പ്രതിരോധ നടപടികളുടെ ഫലമായി അതീവ പ്രാധാന്യമുള്ള ഊർജ്ജ പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നിലനിർത്താൻ കഴിഞ്ഞു. നിയന്ത്രണ രേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നേർക്കുണ്ടായ കടുത്ത അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തെയും ഡ്രോൺ ഭീഷണിയെയും അതിജീവിച്ച സംഭവം CISFന്റെ ഓപ്പറേറ്റിംഗ് കാര്യക്ഷമതയുടെ ഉത്തമ ഉദാഹരണമാണ്. CISF ആസ്ഥാനത്ത് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിലാണ് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് പുരസ്കാരം വിതരണം ചെയ്തത്. അന്നത്തെ രാത്രി ഉറി ജലവൈദ്യുത പദ്ധതികളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 19 ഉദ്യോഗസ്ഥരാണ് ഈ ബഹുമതിക്ക് അർഹരായത്. അവരുടെ ജാഗ്രതയും ധീരമായ ഇടപെടലുകളും രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ CISFന്റെ നിർണായക പങ്ക് അടിവരയിടുന്നു. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സാധാരണക്കാരെയും തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയാണ്. ഇതിനുള്ള ശക്തമായ പ്രതികരണമായിരുന്നു CISFന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വിജയം. നിലയത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം ഈ നിർണായക പ്രതിരോധം പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കി. ഷെല്ലാക്രമണത്തിനിടയിലും 250ഓളം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ്. കനത്ത വെടിവയ്പ്പിനിടയിലും ഒരു ദേശീയ ആസ്തിക്ക് കാവൽ നിൽക്കുകയും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത CISF ഉദ്യോഗസ്ഥരുടെ പ്രൊഫഷണലിസവും കമാൻഡിംഗ് മികവും എടുത്തു പറയേണ്ടതാണ്.